ഹലോ. മൂകാംബികയിലെ സെക്കൻഡ് വ്ലോഗാണ്. നമ്മൾ മൂകാംബികയിൽ നിന്ന് കുടജാദ്രി പോവുകയാണ്. തൊട്ട് മുന്നിൽ തന്നെ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കൊല്ലൂർ പോലീസ് സ്റ്റേഷൻ കാണാം. അതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ജീപ്പ് അവൈലബിലിറ്റി ഉള്ളത്. ജീപ്പിലാണ് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, വേറെ ഒരു വഴിയില്ല. ജീപ്പിലാണെങ്കിൽ ഒരാൾക്ക് 400 വെച്ചിട്ടാണ് അവർ എമൗണ്ട് വാങ്ങുക. 400 പിന്നെ കൂടെ 70 കൂടെ വാങ്ങും. 70 നമ്മൾ ഒരു ചെക്ക് പോസ്റ്റ്, ഒരു ഫോറസ്റ്റ് ഏരിയയ്ക്ക് കിടക്കുക എന്നുള്ളൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് ഒരു 70 കൂടെ, അങ്ങനെ 470 ആണ് ഒരാൾക്ക്. നമ്മളങ്ങനെ 5 പേരുണ്ടായിരുന്നു. 8 പേരായാലേ അവർ ജീപ്പ് എടുക്കുകയുള്ളൂ. ഇല്ല 5 പേരായിട്ട് പോകണമെങ്കിൽ ബാക്കി 3 പേരുടെ എമൗണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ചൊരു ഏരിയ നല്ല മഴയായിരുന്നു, പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇടയിൽ അവർ സ്റ്റോപ്പ് ചെയ്യും, നമുക്ക് സ്നാക്സും വെള്ളവും അങ്ങനെ ഫ്രൂട്ട്സ് ജ്യൂസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെങ്കിൽ വാങ്ങാം, നമുക്കൊരു സേവിങ് ആയിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യും. ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ടാണ് ചെക്ക് പോസ്റ്റ്. അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് പോലീസ് നമ്മളിത് ചെക്ക് ചെയ്യും, ജസ്റ്റ് എന്തൊക്കെയാണ് കയ്യിലുള്ളത്. ഫോറസ്റ്റ് അതോറിറ്റിയാണ്, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യും. സ്നാക്സ് അങ്ങനത്തെ കാര്യങ്ങൾക്ക് പ്ലാസ്റ്റിക് കവർ ഉണ്ടോ എന്നുള്ളതാണ് മെയിൻ. അതുപോലെ തന്നെ വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കുക. പ്ലാസ്റ്റിക് അവിടെ ഇടരുത്, തിരിച്ചു കൊണ്ടുവരേണ്ടത് സ്പെസിഫിക്കായിട്ട് അവർ പറയും. തിരിച്ചു വരുമ്പോൾ അവർ നോക്കുക എത്ര പ്ലാസ്റ്റിക് അവർ എണ്ണി വയ്ക്കും. അതൊക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അവർ എണ്ണി നോക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും ഗ്രീനറി ഭയങ്കര ഭംഗിയാണ്. അപ്പോഴത്തേനും ഭയങ്കര ഫോഗും വല്ലാത്തൊരു ഫീലാണ്. നല്ല രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. അത് പോയിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അവിടെ മുതൽ ആ ഒരു ഗ്രീനറി ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടും ഇടയിൽ പിന്നെയുണ്ട് കേട്ടോ കുറച്ച്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഓഫ് റോഡ് കഴിഞ്ഞു എന്നുള്ളത്. ഓഫ് റോഡ് ഭയങ്കര ഭംഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ തന്നെ അത് കാണാൻ പറ്റും. കിടന്ന് ഇളകിക്കൊണ്ടിരിക്കും, എത്ര നമ്മൾ സ്റ്റഡിയായി പിടിച്ചാലും ഇളകിക്കൊണ്ടിരിക്കും. കുറച്ച് ഇത് കയറി പോകുന്നതനുസരിച്ചാണ് ഈ ഫോഗൊക്കെ കാണുക. പിന്നെ നമ്മളിതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് മൂലസ്ഥാനം എന്ന് പറയും. ഇവിടെയാണ് ഫസ്റ്റ് നമ്മൾ അമ്പലത്തിൻ്റെ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യണത്. എന്ന് വെച്ചാൽ മൂകാംബിക ദേവിയുടെ മൂകാംബിക എന്നാണ് പറയുക. അവിടെയാണ് ഭഗവതിയുടെ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം. ഇവിടെ നിന്നാണ് നമ്മൾ ട്രക്കായിട്ട് മേലേക്ക് കയറി പോകുന്നത്. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നടക്കാൻ വയ്യാത്തവർക്കൊക്കെ അവിടെ ഇരിക്കാനുള്ള റെസ്റ്റിംഗ് പ്ലേസ് ഉണ്ട്. അവിടെ വേണമെങ്കിൽ ഇരിക്കാം, റെസ്റ്റിംഗ് റൂമുണ്ട്. ഈ വഴിയാണ് ജീപ്പ് നിർത്തിയിട്ട് നമ്മൾ നടന്ന് വന്നിട്ട് പോണ സ്ഥലമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ മൂലസ്ഥാനം, ഭഗവതിയുടെ മൂലസ്ഥാനം, പണ്ട് മൂകാംബിക ദേവി മൂകാസുരൻ എന്നൊരു രാക്ഷസനെ വധിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ മുകളിലാണ് സർവജ്ഞപീഠം. അവിടെയാണ് ആദിശങ്കരൻ്റെ ടെമ്പിൾ ഉള്ളത്. അത് കാണാനാണ് നമ്മളെല്ലാവരും മുകളിലേക്ക് കയറി പോണതും. അത് വല്ലാത്തൊരു ഫീലാണ്. ഏറ്റവും മുകളിലാണ് പണ്ട് ആദിശങ്കരൻ ഇരുന്ന് ഭഗവതിയെ പ്രസാദിപ്പിച്ച് ഭഗവതി പ്രത്യക്ഷമായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഭഗവതീനെ താഴേക്ക് ഭഗവതി കൂടെ വന്ന് മൂകാംബിക അമ്പലം ഉണ്ടായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് വല്ലാത്തൊരു സന്തോഷം, ഡിവൈൻ ഫീലാണ്. അത് നമ്മൾ നടക്കുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് കുട്ടിയും കൂടെ ഉണ്ടാവുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ് അച്ഛനൊക്കെ. പക്ഷേ ഇടയിലിടയിൽ നമ്മൾ നിന്നിട്ടാണ് പോയത്. നമ്മൾ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നല്ല ഫോഗ് കാണാം കേട്ടോ. ഇപ്പോൾ ഭയങ്കര ഭംഗിയാണ്. അത് നമ്മൾ കയറി പോകണനുസരിച്ച് ആ ഫോഗ് കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ കുറച്ച് നടക്കുന്നതനുസരിച്ച് ഒരു സൈഡ് ഫുൾ കൊക്ക പോലെയാണ്. കുറച്ച് ബുദ്ധിമുട്ടാണ്, നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടാവും. പക്ഷേ നല്ല രസമാണ്, ഭയങ്കര ഫീലാണ് ഓഫ് റോഡായിട്ടുള്ള നടന്ന് കയറാൻ വേണ്ടി. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കുടയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വരുന്ന വഴി നമ്മൾ കൂടുതൽ ആളിങ്ങനെ 2-3 പ്രാവശ്യം ഇവിടെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന ആളാണ്. അയാൾ പറഞ്ഞു കവർ വാങ്ങിക്കോളാൻ പറഞ്ഞു. ചില മഴയും കൂടെ കണ്ടപ്പോൾ ചിലപ്പോൾ മഴ പെയ്യും. അതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ തലയിലൊക്കെ ഓരോ കവർ കാണാം. കവർ എടുത്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ കയറുന്നതിൻ്റെ മുമ്പ് കുറച്ച് ആദ്യമായിട്ട് വരുന്നു, പക്ഷേ ഡ്രസ്സ് ഉൾപ്പെടെ അതെ നമ്മൾ അമ്പലത്തിൽ നിന്ന് അങ്ങനെ വന്നുകൊണ്ട് എല്ലാം കൂടെ അങ്ങനെ കയറി പോരുക ചെയ്തത്. അതൊക്കെ ഒന്ന് മുന്നേ കാണുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊക്കെ കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ദക്ഷിണ എടുക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ബുദ്ധിമുട്ട് പോലും നല്ല രസമുള്ളതായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദൂരമുള്ളവരെ നമുക്ക് കാണാൻ പറ്റില്ല. അത്രയും ഫോഗ് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാം രീതിയിൽ തന്നെ കുറച്ചൊരു ഫീല്. ഓരോ കല്ലും ഇതൊക്കെ ഇടയിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അട്ട ഉണ്ടാവും, ലീച്ച്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അറിയാമല്ലോ. അതിൻ്റെ കുറച്ച് ടെൻഷൻസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കങ്ങനെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഇതാണ് സൈഡ് വ്യൂ. ഈ സൈഡിലേക്ക് ഫുള്ളായിട്ട് ഫോഗാണ്, കൊക്ക പോലെ അത് കാണാൻ പറ്റും. പിന്നെ നമ്മളങ്ങനെ നടന്ന് പോവുക. കുറച്ച് കഴിയുമ്പോഴത്തേനും മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റാത്തൊരവസ്ഥയിലെത്തും. കുറേ കഴിയുമ്പോഴത്തേനും ഇപ്പോൾ അതവിടെ എത്തി. ദൂരത്തുനിന്നേ നമുക്ക് ആ വ്യൂ കിട്ടും. ആ വ്യൂ കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. ബിക്കോസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ എത്തിയെന്ന് വിചാരിക്കും, പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഓരോ പോയിന്റിൽ ഇപ്പം എത്തും എന്ന് വെച്ചാൽ അവസാനം നമ്മളവിടെ എത്തി. അവിടെ കുറച്ച് നേരം നമുക്ക് വേണ്ടവർക്ക് കുറച്ച് നേരം ഇരിക്കാം. പിന്നെ ഈ ജീപ്പിൽ പോകുമ്പോഴുള്ളത്
1.5 മണിക്കൂർ അങ്ങോട്ടും ട്രാവൽ, 1.5 മണിക്കൂർ ഇങ്ങോട്ടും ട്രാവൽ, തിരിച്ച് പോരാനുള്ളതും 1.5 മണിക്കൂർ നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനുള്ള. ഏകദേശം കയറി പോകുക എന്നുള്ളതിന് തന്നെ 1.5 മണിക്കൂർ പിടിക്കും. അതുകൊണ്ട് ഈ 1.5 മണിക്കൂർ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയണത് ഒരു 400 ആണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് അരമണിക്കൂർ 1 മണിക്കൂർ കൂടുകയാണെങ്കിൽ 100, 200, 300 വെച്ച് കൂടും. സോ അതും എല്ലാവരും മനസ്സിൽ വെക്കുക കേട്ടോ. സോ അവിടെ ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ചേരം വീഡിയോസൊക്കെ എടുത്തു. കാരണം 1.5 മണിക്കൂറൊന്നും പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വരാൻ പറ്റില്ല. കയറി പോകുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഇറങ്ങിയും കൂടെ വരുമ്പോഴത്തേനും നമ്മൾ ശരിക്കും ക്ഷീണിക്കും. താഴെ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു അന്നദാനം ഉണ്ട്. അപ്പോൾ അത് ചെറിയ ഫുഡാണ്, വലിയ സംഭവമൊന്നുമല്ല, പക്ഷെ നല്ല ഫുഡാണ്. അത് വേണമെങ്കിൽ കഴിക്കാം. പിന്നെ അവർക്ക് പൈസ ആയിട്ട് കൊടുക്കേണ്ട, അന്നദാനത്തിൻ്റെ പൈസയല്ല, അല്ലാണ്ട് നമുക്ക് സംഭാവന എന്നുകൊണ്ട് കുറച്ച് കൊടുക്കാൻ പറ്റും. എല്ലാവരും പോകുക ഒരു പ്രാവശ്യമെങ്കിലും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.